ഓസ്ട്രേലിയ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക്. മോദിയുടെ സന്ദർശനം ചരിത്രപരമാകുമെന്നതാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ അൽബനീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടയിലായിരുന്നു ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണവും വ്യാപാര കരാറുകളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തിയതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ സന്ദർശനം ചരിത്രപരമായ നിമിഷമാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജൻ മോദിക്ക് അവിടെ വൻ സ്വീകരണം ഒരുക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഇന്ത്യ ആകട്ടെ ഈ ദശകത്തിൽ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി തന്നെ മാറും. അത് ഓസ്ട്രേലിയക്ക് വലിയ ഒരു അവസരമാണ് നൽകുന്നത് എന്നതായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധമാകട്ടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, ഖനനം, സമുദ്ര സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാന പങ്കാളിയായി തന്നെ ഇരു രാജ്യങ്ങളും മാറിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണ കരാർ ഇതിനോടകം തന്നെ വ്യാപാര രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കൽക്കരി, ലിഥിയം, വിദ്യാഭ്യാസ സേവനങ്ങൾ, സാങ്കേതിക നിക്ഷേപങ്ങൾ തുടങ്ങി തന്നെ നിരവധി മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സഹകരണം വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായി തന്നെ ഓസ്ട്രേലിയയിൽ വൻ തയ്യാറെടുപ്പുകളാണ് പുരോഗമിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യം ശക്തമായ നഗരങ്ങളിൽ വലിയ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. മോദിയുടെ പരിപാടികളിൽ, അതായത് പൊതു പരിപാടികളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പോലും ഓസ്ട്രേലിയൻ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ വലിയ ശക്തമായ രീതിയിൽ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അടുത്ത ദശകത്തിലെ ആഗോള ശക്തി സമവാക്യത്തിലെ നിർണായക ഘടകമായി തന്നെ ഓസ്ട്രേലിയ കാണുന്നതായും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ചൈനയ്ക്ക് പകരം വിപണിയും നിക്ഷേപ പങ്കാളിത്തവുമായാണ് ഇന്ത്യയെ ഓസ്ട്രേലിയ വിലയിരുത്തുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഇനി നയതന്ത്ര സൗഹൃദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. വ്യാപാരത്തിലും സുരക്ഷയിലും ഭാവി സാങ്കേതിക വിദ്യയിലും നിർണായക പങ്കാളിത്തമായി തന്നെ മാറുമെന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ സന്ദർശനം അത് ചരിത്രപരമായി തന്നെ മാറുകയും ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജരാകട്ടെ അവിടെ മോദിക്കായി തന്നെ വലിയ രീതിയിൽ ഒരു സ്വീകരണം ഒരുക്കുകയുമാണ് ചെയ്യാനൊരുങ്ങുന്നത്. വ്യാപാരം, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പുറമെ തന്നെ ക്രിക്കറ്റ് എന്ന പൊതുവായ ഭാഷയും ഇരു രാജ്യങ്ങളും കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിതരണ ശൃംഖല എന്നീ മേഖലകളിൽ ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ഓസ്ട്രേലിയ കൂടുതൽ വികസിപ്പിക്കുന്നു. ഇൻഡോ പസഫിക് മേഖലയെ സ്വാതന്ത്ര്യവും തുറന്നതും സുരക്ഷിതവും സമൃദ്ധവുമാക്കി തന്നെ നിലനിർത്താൻ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നതാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായ, അതായത് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഊന്നി വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.